നരസിംഹറാവു കടന്നു വരുന്നത് മുമ്പ് വരെ ഒരു ലൈസൻസ് രാജാണ് ഡൽഹിയിൽ ഉണ്ടായിരുന്നത് എന്ന് പരാതി ഉണ്ടായിരുന്നു. ഏത് കാര്യത്തിന് ലൈസൻസ് വേണം, മന്ത്രികാര്യാലയങ്ങൾ കയറി ഇറങ്ങണം, ഉദ്യോഗസ്ഥന്മാരെ കാണേണ്ട പോലെ കാണേണ്ടി വരും, കറപ്ഷൻ റാമ്പൻ്റായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് മാറ്റമുണ്ടാക്കുന്നത് നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയായ സന്ദർഭത്തിലാണ്. എനിക്ക് മൻമോഹൻ സിംഗിനെ 84 മുതൽ അറിയാം. ഞാൻ 84 MB ആയി ചെല്ലുമ്പോൾ അന്ന് അദ്ദേഹം റിസർവ് ബാങ്കിൻ്റെ ചെയർമാനായിരുന്നു. വളരെ സൗമ്യമായി സംസാരിക്കുന്നവരാണ്. ഞാൻ ഫൈനാൻസ് പാർലമെൻ്ററി കമ്മിറ്റിയിൽ അംഗമായതുകൊണ്ട് പലപ്പോഴും കാര്യങ്ങളിൽ റിസർവ് ബാങ്ക് ഗവർണർ വിളിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അറിയാറുണ്ടായിരുന്നു, പ്രത്യേകിച്ച് രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ. അന്ന് വരെ തുടങ്ങിയ ഒരു ചെറിയ തോതിലുള്ള ഇന്ത്യൻ എക്കോണമിയുടെ ഒരു ഓപ്പണിംഗ് അപ്പ്. ഇതിനു ശേഷം അദ്ദേഹം പ്ലാനിംഗ് കമ്മീഷൻ്റെ വൈസ് ചെയർമാനായി. അന്ന് പ്ലാനിംഗ് കമ്മീഷനാണ് സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം തീരുമാനിക്കുന്നത്. കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട സഹായം അത് എത്രമാത്രമാണ്, ഏത് രീതിയിലാവണം, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ അത് ശക്തമായി നിയർത്തിയ ഒരു കാലഘട്ടം അതായിരുന്നു. നമ്മുടെ ഫെഡറൽ സിസ്റ്റത്തിന് ഒരു പുതിയ മുഖം നൽകിയത് ആ കാലഘട്ടമാണ്. അങ്ങനെ മൻമോഹൻ സിംഗ് പ്ലാനിംഗ് കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ എന്ന നിലയിൽ അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കെ കരുണാകരനോടൊപ്പം ഞാൻ പലപ്പോഴും പ്ലാനിംഗ് കമ്മീഷൻ ഓഫീസിൽ പോയിട്ടുണ്ട്. കരുണാകരൻ്റെ സീനിയോറിറ്റി, രാഷ്ട്രീയത്തിൻ്റെ സീനിയോറിറ്റി അംഗീകരിച്ചുകൊണ്ട് പ്ലാനിംഗ് കമ്മീഷൻ വൈസ് ചെയർമാനായ മൻമോഹൻ സിംഗ് വാതിൽ വന്ന് കാത്തു നിൽക്കും സ്വീകരിക്കാൻ. ചർച്ചകൾ കഴിഞ്ഞാൽ പുറത്തു കൊണ്ടുവന്നാക്കും. അത്ര മാന്യത കാണിച്ചിരുന്നു. പിന്നീടാണ് നരസിംഹറാവു ഗവൺമെൻറ്റിൽ അദ്ദേഹം ധനകാര്യമന്ത്രിയാകുന്നത്. ഇന്ത്യൻ സാമ്പത്തിക മേഖലയ്ക്ക് ഒരു വലിയ ഓപ്പണിംഗ് തുടങ്ങുന്ന ആ സന്ദർഭത്തിലാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ ഈ സ്വകാര്യവൽക്കരണവും അതുപോലെ വിദേശ നിക്ഷേപം ഇന്ത്യയിലേക്ക് കടന്നു വരുന്നതിന് ഇന്ത്യൻ എക്കോണമി തുറന്നു കൊടുത്തതുമൊക്കെ വലിയ ആക്ഷേപം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ലോകം മുഴുവൻ പ്രതിസന്ധിയെ നേരിട്ടപ്പോൾ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് നരസിംഹറാവു ഗവൺമെൻറ്റിലെ ധനകാര്യമന്ത്രി എന്ന നിലയിലും പിന്നീട് 2009 അദ്ദേഹം മൻമോഹൻ സിംഗിൻ്റെ രണ്ടാം ഗവൺമെൻറ്റിലെ പ്രധാനമന്ത്രി എന്ന നിലയിലും വലിയ മാറ്റങ്ങളുണ്ടാക്കി. അദ്ദേഹം 2004 ഒന്നാം മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വം കൊടുത്ത സന്ദർഭത്തിൽ തുടങ്ങിയ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ഇതെല്ലാം 2009 വീണ്ടും മുന്നോട്ട് പോയി. ആ കാലഘട്ടത്തിലാണ് ആ രണ്ട് കാലഘട്ടം, 2004 മുതൽ 2009 വരെയുള്ള കാലഘട്ടം, അതിനുശേഷം ഉള്ള കാലഘട്ടങ്ങൾ. അന്നൊക്കെ അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ ഇന്ത്യൻ എക്കോണമിക്ക് മാറ്റമുണ്ടാക്കി. അതൊരു ചെറിയ കാര്യം ആയിരുന്നില്ല. അദ്ദേഹം വലിയ ബഹളം കൂട്ടുന്ന ഒരാളല്ല, ശാന്തനായിരുന്നു. പക്ഷെ ശാന്തനായിരുന്നപ്പോഴും വ്യക്തതയുണ്ടായിരുന്നു. തൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതിലൊന്ന് ഞാനൊന്ന് ഓർക്കുന്നുണ്ട്. മുഖ്യമന്ത്രിമാരും മന്ത്രിമാർക്കുമെതിരായി ആരോപണങ്ങളുണ്ടായി. അവരുടെ കേസ് എടുക്കണമെങ്കിൽ പ്രധാനമന്ത്രിയുടെ അംഗീകാരം വാങ്ങിക്കണം എന്നൊരു നിയമം കൊണ്ടുവരാൻ മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ കേന്ദ്ര ക്യാബിനറ്റ് തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്തതിന് ശേഷം അദ്ദേഹം അമേരിക്കയിൽ പോയി അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ നിൽക്കുക. അപ്പോഴാണ് രാഹുൽ ഗാന്ധി ഈ നിയമം ഇന്ത്യൻ ജനാധിപത്യത്തിന് ചേരുന്നതല്ല, അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പരസ്യമായി പത്രക്കാരുടെ മുമ്പിൽ കീറിക്കളഞ്ഞത്. ഞാനൊക്കെ അന്ന് കേന്ദ്ര മന്ത്രിസഭയിലുണ്ട്. ഞങ്ങൾ ഞെട്ടിക്കുകയുണ്ടായി. കാരണം കേന്ദ്ര മന്ത്രിസഭ എടുത്തൊരു തീരുമാനമാണ്. ആ സമയത്ത് രാഹുലിനത് പറയാമായിരുന്നു. അതിനുശേഷവും അദ്ദേഹത്തിന് ആ നിയമനിർമ്മാണത്തോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ മൻമോഹൻ സിംഗ് തിരിച്ചു വരുമ്പോൾ പറയാമായിരുന്നു. ഈ കാര്യം വളരെ ക്ഷോഭത്തോടും ദേഷ്യത്തോടും കൂടി ഞങ്ങളെപ്പോലെ കൂടെ ആളുകൾ മൻമോഹൻ സിംഗ് വന്നപ്പോൾ പറഞ്ഞെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഇതൊരു ഗവൺമെൻറ്റാണ്, ഈ ഗവൺമെൻറ് നയിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്, സോണിയാഗാന്ധിയാണ്. അവരെ വേദനിപ്പിക്കുന്ന, പാർട്ടിക്ക് ക്ഷീണിക്കുന്നു എന്നൊന്നും ഞാൻ ചെയ്യില്ല. രാഹുലിനോട് സംസാരിക്കാം. എന്തുകൊണ്ടാണ് രാഹുൽ ആ നിലപാടെടുത്തത്? രാഹുലിന് ആ കാര്യത്തിൽ ശക്തമായ നിലപാടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകണമെന്നില്ല. പക്ഷെ സംസാരിക്കാം. അപ്പം അങ്ങനെ പലപ്പോഴും തനിക്ക് അല്പം ക്ഷീണമുണ്ടാകുമെങ്കിലും അത് രാജ്യത്തിൻ്റെയും പാർട്ടിയുടെയും ഗുണത്തിന് വേണ്ടിയാണെങ്കിൽ അവിടെ എത്ര വരെയും താഴാൻ അദ്ദേഹം തയ്യാറായി. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഞാൻ കേന്ദ്ര മന്ത്രിസഭയിലായിരുന്ന അംഗമായിരുന്ന സന്ദർഭത്തിലാണ് ഭക്ഷ്യസുരക്ഷാ നിയമം കൊണ്ടുവന്നത്. അതുപോലെ തന്നെ കൺസ്യൂമർ റൈറ്റ്സ്. ഒരിക്കൽ സബ്സിഡൈസ്ഡ് ഗ്യാസ് സിലിണ്ടേഴ്സ് 12 നിന്ന് 9 ആക്കാൻ തീരുമാനിച്ചു. കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ എന്ന നിലയിൽ ഞാൻ എൻ്റെ ഡിസൻറ്റ് എഴുതി. ഞാൻ പറഞ്ഞു, ഇത് അമ്മമാരുടെ കിച്ചൺ ബഡ്ജറ്റ് അതിനെ അഫക്റ്റ് ചെയ്യും, അവരുടെ അടുക്കള ബഡ്ജറ്റ് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഒരു കാരണവശാലും അത് 9 ആക്കി കുറയ്ക്കരുത്, സബ്സിഡൈസ്ഡ് അത് 12 തന്നെ നിലനിർത്തണം. പക്ഷേ എൻ്റെ ഈ ഡിസൻറ്റ് നോട്ട് ക്യാബിനറ്റ് നോട്ടാണ്, അതെങ്ങനെയോ പുറത്തു പോയി. ക്യാബിനറ്റ് 12 നിന്ന് 9 ആക്കാൻ തീരുമാനമെടുത്തു. അത് പുറത്തു വന്നപ്പോൾ അതോടൊപ്പം തന്നെ എൻ്റെ ഡിസൻറ്റ് നോട്ട് കൂടി വന്നു. അത് വല്ലാതെ മൻമോഹൻ സിംഗിന് വിഷമമുണ്ടാക്കി.
അദ്ദേഹം നേരത്തെ സോണിയാഗാന്ധിയോട് പറഞ്ഞത് തോമസ് ചെയ്തത് ശരിയല്ല. തോമസ് ക്യാബിനറ്റിൽ ഒരു അംഗമാണ്, ക്യാബിനറ്റിൽ പറയാം, പക്ഷെ അദ്ദേഹത്തിൻ്റെ നോട്ടുകൾ പുറത്തു പോകാൻ പാടില്ല. ഈ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ എന്നെ സോണിയാജി വിളിപ്പിച്ചു. ഞാൻ പറഞ്ഞു, ഇതാണ് സാഹചര്യം, നമ്മുടെ നമ്മുടെ അടുക്കള ബഡ്ജറ്റിനെ ബാധിക്കും, അമ്മമാർ നമുക്കെതിരാകും, സ്ത്രീകൾ നമുക്കെതിരാകും, അതുകൊണ്ടാണ് ഞാൻ നോട്ടായിട്ട് കൊടുത്തത്. പക്ഷെ അതെങ്ങനെ പുറത്തു വന്നു എന്നെനിക്കറിയില്ല, കാരണം നോട്ട് സർക്കുലേറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കില്ല. എന്നോട് സോണിയാജി പറഞ്ഞു, പോയി പ്രധാനമന്ത്രിയെ കാണും, മൻമോഹൻ സിംഗിനെ കാണൂ, അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുമെന്ന്. എന്നിട്ട് എന്നോട് പറഞ്ഞു, പ്രൊഫസർ എടുത്ത സ്റ്റാൻഡിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിലൊരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമുക്ക് പഴയതുപോലെ 12ലേക്ക് എത്തിക്കാം, സബ്സിഡൈസ്ഡ് സിലിണ്ടേഴ്സ് എന്നൊരു ഉറപ്പ് എനിക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ മൻമോഹൻ സിംഗിനെ പോയി കണ്ടു. സാർ, ഇതാണ് ഉണ്ടായ സംഭവം. ഞാൻ വ്യത്യസ്ത നോട്ട് എഴുതിയെങ്കിലും അത് സർക്കുലേറ്റ് ചെയ്ത് പോയപ്പോൾ എവിടെയോ ലീക്ക് ചെയ്തതാണ്. ഇനി ഞാൻ വളരെ ശ്രദ്ധിക്കാം ഇത്തരം കാര്യങ്ങളിൽ. അപ്പോൾ എന്നോട് പറഞ്ഞു, തോമസ്, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, പക്ഷേ ക്യാബിനറ്റ് ഒരു തീരുമാനമെടുത്താൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ക്യാബിനറ്റ് നോട്ടിൽ ഡിസെൻ്റ് എഴുതുമ്പോൾ അത് പുറത്തു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനുശേഷം പല സന്ദർഭങ്ങളിലും എനിക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും എനിക്ക് വേണ്ടി അദ്ദേഹം പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട്. അദ്ദേഹം പ്രധാനമന്ത്രി പദം മാറി വന്നതിന് ശേഷം കുമ്പളങ്ങിയിൽ എൻ്റെ ഗ്രാമത്തിൽ പ്രൊഫസർ കെ വി തോമസ് വിദ്യാധനം ട്രസ്റ്റിൻ്റെ പരിപാടിക്ക് വേണ്ടി വന്നു. അന്നത്തെ ദിവസം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. 2 പ്രാവശ്യങ്ങളെ മൻമോഹൻ സിംഗ് ചിരിച്ചതായി ഞാൻ കണ്ടിട്ടുള്ളൂ. ഒന്ന്, അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുന്ന സന്ദർഭം. അന്ന് VS അച്യുതാനന്ദനാണ് മുഖ്യമന്ത്രി കേരളത്തിൻ്റെത്, ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവ്. കേരള നിയമസഭ യുണാനിമസ് ആയിട്ടൊരു പ്രമേയം പാസ്സാകുന്നു. എന്താ പ്രമേയം? കേരളത്തിൻ്റെ ദേശീയപാതയ്ക്ക് 30 മീറ്റർ വീതി മതി, 60-70 മീറ്റർ വേണ്ട. മറ്റു സംസ്ഥാനങ്ങളിൽ അങ്ങനെയാണ്. അപ്പോൾ ഈ പ്രമേയവുമായി പാർലമെൻറ്റിൽ പ്രധാനമന്ത്രി ഓഫീസിൽ വന്നു. ക്യാബിനറ്റിൽ അംഗം എന്നതിൻ്റെ എന്നെ വിളിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ പ്രമേയം ഇരുന്നാണ് അദ്ദേഹം വായിച്ചതിന് ശേഷം എഴുന്നേറ്റ് നിന്ന് പൊട്ടിച്ചിരിച്ചു. കാരണം മറ്റു സംസ്ഥാനങ്ങളെല്ലാം 60-70 വേണ്ടിയൊക്കെ വാദിക്കുമ്പോൾ ഇവിടെ 30 മതി. അതേ ഗവൺമെൻറ്റാണിപ്പോൾ നമുക്ക് കേരളത്തിൽ 60-70 മീറ്റർ വീതിയിൽ നമ്മൾ ദേശീയപാത പണിതുകൊണ്ടിരിക്കാൻ മേൽപ്പാത പോലെ വന്നിരിക്കുന്നു. മറ്റൊന്ന്, കുമ്പളങ്ങിയിൽ വന്ന സന്ദർഭത്തിൽ കുമ്പളങ്ങിയിലെ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു മെമ്മോറാണ്ടം കൊടുക്കുകയുണ്ടായി. അദ്ദേഹം അതിൽ പറഞ്ഞിരുന്നവർ, ഒരു അഫിഡവിറ്റ് പോലെ പറഞ്ഞിരുന്നവർ, മൻമോഹൻ സിംഗിൻ്റെ കുമ്പളങ്ങി വിസിറ്റ് എക്കാലവും ഓർക്കാൻ വേണ്ടി, അദ്ദേഹത്തിൻ്റെ പേര് നിലനിർത്താൻ വേണ്ടി കുമ്പളങ്ങിയിലെ ജനങ്ങൾ മദ്യം കഴിക്കില്ല. ഇതായിരുന്നു അന്ന് കൊടുത്ത അഫിഡവിറ്റ്. ഇത് വായിച്ചിട്ട്, ഇംഗ്ലീഷിലാണ് അത് വായിച്ചിട്ട് പൊട്ടിച്ചിരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, തോമസ്, യുവർ പീപ്പിൾ ആർ വണ്ടർഫുൾ പീപ്പിൾ, ഐ നോ ദ സിൻസിയറിറ്റി, ബട്ട് ഇറ്റ് ഇസ് നോട്ട് പ്രാക്ടിക്കൽ. ഇതിന് ശേഷമാണ് അദ്ദേഹം തേവര കോളേജിൽ പോകുന്നത്. ചാവറ കൾച്ചറൽ സെൻറ്ററിൻ്റെ ഉദ്ഘാടനവും ചാവറ ലെക്ചറും നടത്തിയത് ആ സന്ദർഭത്തിലാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പ്, ഒരു 3 മാസം മുമ്പ് വരെ ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു. വളരെ സ്നേഹത്തോടുകൂടി പെരുമാറുന്നതാണ്. അപ്പോൾ എനിക്ക് 2019 സീറ്റ് നിഷേധിച്ചപ്പോൾ കേന്ദ്ര പാർലമെൻ്ററി കമ്മിറ്റി, കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി കമ്മിറ്റിയിൽ എനിക്ക് വേണ്ടി ശക്തമായി വാദിച്ചത് 3 പേര്. ഒന്ന്, സോണിയാഗാന്ധി. എന്തിനാണ് തോമസിന് കൊടുക്കാതിരിക്കണേ? തോമസിൻ്റെ പ്രായമുള്ള മറ്റു പലർക്കും കൊടുത്തില്ലേ? തോമസിനെ പോലെ പല പ്രാവശ്യം വിജയിച്ചവർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, പിന്നെ തോമസിന് മാത്രം എന്താ കൊടുക്കാത്തത്? മൻമോഹൻ സിംഗ് പറഞ്ഞു, തോമസിന് ചോദിച്ചോ, പറഞ്ഞോ. അതുപോലെയായിരുന്നു അഹമ്മദ് പട്ടേൽ. പക്ഷേ രാഹുൽ ഗാന്ധി എടുത്ത ഒരു ശക്തമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടു. എനിക്കതിൻ്റെ വിഷമമൊന്നും ഉണ്ടായിട്ടില്ല, സ്വാഭാവികം, രാഷ്ട്രീയമാണ്. പക്ഷെ പിന്നീട് എന്നെ വർക്കിംഗ് പ്രസിഡൻ്റാക്കി. ആ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അസംബ്ലി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPC പ്രസിഡന്റ് മാറ്റി, കൂട്ടെ എന്നെയും മാറ്റി. അന്ന് വർക്കിംഗ് പ്രസിഡൻ്റായ മറ്റു 2 പേരുണ്ട്, സുധാകരനും കൊടിക്കുന്നിൽ സുരേഷ്. അവരെ മാറ്റിയില്ല, എന്നെ മാത്രം മാറ്റി. അങ്ങനെ ഞാനും രാഹുലും കൂടിയുള്ള ഒരു അകൽച്ചയാണ് പിന്നീട് കോൺഗ്രസിൽ നിന്ന് തന്നെ മാറി ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തേക്ക്, ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിലെത്തുന്നവരെയുള്ള ഒരു സാഹചര്യമുണ്ടായത്. അതിനിങ്ങനെയൊരു ഡൽഹി പശ്ചാത്തലമുണ്ട് എന്ന കാര്യമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുന്നത്.